ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ അങ്ങനെ ഇന്നത്തെ ടാസ്കിലും നമ്മുടെ നൂറ ചെരുപ്പ് ഫാക്ടറിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് 25 ചെരുപ്പുകളാണ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. അത് പക്ഷേ 18 മാത്രമേ ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. സോ ഇതിനകത്ത് ഈ ഒരു ടാസ്ക് പരാജയപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷ തന്നെയാണ്. 2-3 കാര്യങ്ങളുണ്ട്. മുൻപൊരു വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ഇങ്ങനെ ഈ റിസൾട്ട് എത്തിക്കുമായിരുന്നുള്ളൂ. കാരണം ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഗെയിമുണ്ട്. സോ അതുകൊണ്ടാണ് വീട്ടിനകത്തുള്ളവരെ പോലും ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ടൈം കുറേ കളഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നൂറയ്ക്ക് ഇതിൽ തുടക്കത്തിൽ വന്ന വീഴ്ച എന്ന് പറയുന്നത് അക്ബറിനെ പിണക്കിയതാണ്. അക്ബറിനെ കൂടെ നിർത്തിയിട്ട് ഒരു ഗെയിം നൂറ കളിക്കണമായിരുന്നു. അങ്ങനെ കളിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ആദ്യത്തെ ദിവസം നൂറ കുറച്ച് ഭയങ്കര ബോസി ആയിട്ട് പെരുമാറിയത് ഈ ടാസ്കിൽ നൂറയ്ക്ക് തിരിച്ചടി ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് അങ്ങനെ അല്ലെങ്കിലും ഒരു പക്ഷേ അക്ബറും ടീമും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നൂറയ്ക്കെതിരെ ഗെയിം കളിക്കും. കാരണം അതാണ് അവരുടെ ഗെയിം എന്ന് പറയുന്നത്. ഇതിനകത്ത് അൺഫെയർ ആണെന്ന് തോന്നിയ ഒരു കാര്യം, ഇന്നലെ ബിഗ് ബോസിനകത്ത് വന്ന് ഇത്രയും അഗ്രസീവായിട്ട് സാധനങ്ങൾ വലിച്ചെറിയുകയും അതുപോലെ പിടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്തത് ബിഗ് ബോസ് മിണ്ടാതെ കണ്ടുകൊണ്ടിരുന്നു. ഈ അഗ്രസീവ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ബുദ്ധിപരമായി മാത്രമേ കളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറയ്ക്ക് ഒരു ചാൻസ് എങ്കിലും ഈ ഗെയിമിനകത്ത് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നൂറയ്ക്ക് ജിഷിനെയും ആദിലെയും അതുപോലെ ബിന്നെയും കൂടെ നിർത്തിയിട്ട് ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു. ഉള്ള സാധനങ്ങൾ വെച്ച് അവർക്ക് ഈ ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. മറ്റുള്ളവർ ഓപ്പോസിറ്റ് എതിർത്ത് നിന്നാലും. പക്ഷെ മറ്റുള്ള അക്ബറും ടീമും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അഗ്രസീവായി പിടിച്ചു പറിക്കല്, തട്ടിപ്പറിക്കല്, അങ്ങനെ കയ്യാങ്കളിയിലോട്ട് പോയപ്പോൾ ഇവർക്ക് ഇന്ന് വേറെ ചോയ്സ് ഇല്ല. അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് നിർത്തുക എന്നുള്ളതല്ലാതെ വേറെ ചോയ്സ് ഇല്ല. ഇല്ലെങ്കിൽ ഇന്നലെ നടന്നതുപോലെയുള്ള അതേ ഫൈറ്റ് ഇന്നും നടക്കും. ആ ഒരു സാഹചര്യത്തിൽ അക്ബറിനെയും ടീമിനെയും വിശ്വാസത്തിലെടുത്ത് നൂറ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ബോസ് കൂടി വിചാരിച്ചപ്പോൾ ഇവർ പരാജയപ്പെട്ടു. കാരണം അക്ബറും ടീമും ഓൾറെഡി തീരുമാനിച്ചതാണ് സ്ലോയിൽ ചെയ്യാമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസ് അതിനകത്തേക്ക് അകത്തുള്ള ആൾക്കാരെ കൂടി കയറ്റിവിട്ട് കുറേ സമയവും കളഞ്ഞ് കുറേ സാധനങ്ങൾ നെവിൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. തോക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.